ഈ ചാപ്റ്ററിന്റെ ക്ലാസ് എടുക്കാൻ പോകുന്നത് ഞാനാണ്. എന്താ, ഓക്കെ അല്ലേ? പാഠത്തിന്റെ വലിപ്പം കണ്ട് പേടിക്കേണ്ട, വെറും 7 മിനിറ്റിനുള്ളിൽ ഈ പാഠം നമുക്ക് പഠിച്ചു തീർക്കാം. ഈ പാഠഭാഗത്തിന്റെ ഒരു അടിപൊളി പെർഫെക്റ്റ് നോട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കാൻ മറക്കരുത്. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം. ഹലോ വിദ്യാർത്ഥികളെ, ഇന്നത്തെ നമ്മുടെ ഈ പ്രത്യേക ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ പ്രൊഫസർ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നിങ്ങളുടെ സിലബസിലെ യൂണിറ്റ് 3, അതായത് കേരളത്തിലെ ആദ്യകാല മധ്യകാല ഭരണകൂടത്തെക്കുറിച്ച്. നോക്കൂ, ഈ ക്ലാസിന്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. വരാൻ പോകുന്ന പരീക്ഷയിലെ യൂണിറ്റ് 3-ൽ നിന്നു വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും മുഴുവൻ മാർക്കും നേടുക. ഒരു സിംഗിൾ പോയിന്റ് പോലും നമ്മൾ വിട്ടുകളയുന്നില്ല. അപ്പോ എല്ലാവരും നന്നായി ശ്രദ്ധിച്ചിരിക്കുക. തുടങ്ങാല്ലേ? ആണോ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്? വേഗം ലൈക്കും സബ്സ്ക്രൈബും ചെയ്യേ. അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ഇതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസിന്റെ അജണ്ട. 2ാം ചേര സാമ്രാജ്യം, ഭരണവും കച്ചങ്ങളും, ദേശവും നാടും, രാജവാഴ്ചാ ഘടന, ക്ഷേത്രരാഷ്ട്രീയം, ഒടുവിൽ നമ്മുടെ പരീക്ഷാതന്ത്രം. ഇത്രയുമാണ് നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോ നമ്മുടെ ഒന്നാമത്തെ വിഷയം 2ാം ചേര സാമ്രാജ്യം, അതിന്റെ സ്ഥാപകനും തലസ്ഥാനവും. 8ാം നൂറ്റാണ്ട് മുതൽ 12ാം നൂറ്റാണ്ട് വരെ കേരളത്തിൽ നിലനിന്നിരുന്ന ആ ഒരു കേന്ദ്രീകൃത ഭരണകൂടത്തെയാണ് നമ്മൾ 2ാം ചേര സാമ്രാജ്യം എന്ന് വിളിക്കുന്നത്. AD 800-ൽ രാമരാജശേഖരൻ അഥവാ ചേരമാൻ പെരുമാൾ നായനാറാണ് ഇത് സ്ഥാപിച്ചത്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ മോഡൽ പേപ്പറിൽ 1 മാർക്കിന് ചോദിച്ച ചോദ്യമാണിത്. 2ാം ചേര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനത്തിന് 4 പേരുകളുണ്ട്: മഹാദേവപുരം, മക്കോട്ടെ, മുയിരിക്കോട്, കൂടാതെ സംസ്കൃതത്തിൽ കൊടുങ്ങല്ലൂർ. ഈ 4 പേരുകളും നിങ്ങളുടെ ഫിംഗർ ടിപ്പിൽ ഉണ്ടായിരിക്കണം. ഇനി ഈ ഭരണാധികാരികളെ ചരിത്രകാരന്മാർ എങ്ങനെയാണ് വിളിക്കുന്നത് എന്നതിലുണ്ട് ഒരു ചെറിയ തർക്കം. പ്രശസ്ത ചരിത്രകാരൻ ഇളംകുളം കുഞ്ഞൻപിള്ള ഇവരെ കുലശേഖരന്മാർ എന്ന് വിളിക്കുമ്പോൾ MGS നാരായണൻ ഇവരെ പെരുമാക്കന്മാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പക്ഷെ 2 പേരും സമ്മതിക്കുന്നൊരു കാര്യമുണ്ട്. പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കീവേഡാണ് ഞാനിപ്പോൾ പറയുന്നത്: മരുമക്കത്തായം. പാണ്ഡ്യന്മാരെയും ചോളന്മാരെയും പോലെ പിതൃതായക്രമമല്ല, മറിച്ച് മരുമക്കത്തായമാണ് ഈ ഭരണാധികാരികൾ പിന്തുടർന്നത്. ഇത് മറക്കരുത്. ഇനി നമുക്ക് രാജാക്കന്മാരുടെ കാലഗണന അഥവാ ക്രോണോളജി നോക്കാം. ഇതിൽ നിന്ന് ഒന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ. സ്ഥാപകനായ രാമരാജശേഖരൻ AD 800 മുതൽ 844 വരെ, തുടർന്ന് സ്ഥാണുരവി, കുലശേഖരൻ, കോദരവി വിജയരാഘൻ, പിന്നെ കോദ, കേരളകേസരി, ഇന്ദുകോദ എന്നിവർ. ഇതിൽ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു പേരാണ് 962 മുതൽ 1021 വരെ ഭരിച്ച ഭാസ്കര രവി മാനുകുലാദിത്യന്റേത്. അതിനുശേഷം രവികോദ രാജസിംഹൻ, ഒടുവിൽ 1089 മുതൽ 1122 വരെ ഭരിച്ച അവസാന രാജാവായ രാമകുലശേഖരൻ. ഈ ഓർഡർ അങ്ങനെ തന്നെ പഠിച്ചുവെക്കുക. അടുത്തതായി 2ാമത്തെ സെക്ഷൻ ഭരണവും കച്ചങ്ങളും. അക്കാലത്തെ സാമൂഹിക കടമകളും ഗ്രാമനിയമങ്ങളും എന്തൊക്കെയായിരുന്നുവെന്ന് നോക്കാം. ഭരണ നീതിന്യായ വശങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. പരീക്ഷയ്ക്ക് 4 മാർക്കിന്റെ ഷോർട്ട് നോട്ട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള വളരെ ഹൈ ഈൽഡായ ഒരു ഏരിയയാണിത്. അന്നത്തെ നീതിന്യായ വ്യവസ്ഥ എന്നത് പ്രധാനമായും സാമൂഹിക കടമകളെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. ഇതിനെ കടമ എന്നവർ വിളിച്ചു. അക്കാലത്തെ പൊതുവായ നിയമങ്ങൾക്ക് പറയുന്ന പേരാണ് ഉർമുറ. എന്നാൽ ഗ്രാമസഭകൾ ഒരുമിച്ച് ചേർന്ന് കൂട്ടായി ചില തീരുമാനങ്ങളും നിയമങ്ങളും എടുക്കും. ഇതിനെയാണ് നമ്മൾ കച്ചങ്ങൾ എന്ന് വിളിക്കുന്നത്. കടമ, ഉർമുറ, കച്ചങ്ങൾ, ഈ 3 പദങ്ങളും നിങ്ങൾക്ക് കൃത്യമായി നിർവചിക്കാൻ കഴിയണം. ഈ കച്ചങ്ങളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മൂഴിക്കുളം കച്ചം. പെരുമാളിന്റെ ഉപദേശക സമിതിയായിരുന്ന 4 തളികളിൽ ഒന്നായിരുന്നു ഈ മൂഴിക്കുളം. അന്നത്തെ പ്രസിദ്ധമായ 32 ബ്രാഹ്മണ ഗ്രാമങ്ങളിൽ ഒന്നാണിത്. ക്ഷേത്രസ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന ബ്രാഹ്മണ ഭൂവുടമകളെ, അതായത് ഊരാളന്മാരെ നിയന്ത്രിക്കാനും അവർക്കുള്ള ശിക്ഷകൾ വ്യക്തമാക്കാനുമുള്ള ഒരു നിയമമായിരുന്നു ഇത്. ഇതൊരു ഷുവർ ഷോട്ട് 4 മാർക്ക് ചോദ്യമാണ് കേട്ടോ. ഈ നിയമത്തിലെ ശിക്ഷ എത്രമാത്രം കഠിനമായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. മാതൃഹത്യ, പിതൃഹത്യ, ഗുരുഹത്യ തുടങ്ങിയ 5 വലിയ പാപങ്ങളെയാണ് അന്ന് പഞ്ചമഹാപാപങ്ങൾ എന്ന് വിളിച്ചിരുന്നത്. സഭയുടെ നിയമം തെറ്റിക്കുന്ന ഊരാളന്മാർ ഈ പഞ്ചമഹാപാപങ്ങൾ ചെയ്തതിന് തുല്യരാണെന്ന് ഈ കച്ചം പറയുന്നു. അവരെ ജാതിയിൽ നിന്ന് ഭ്രഷ്ടകൽപ്പിച്ച് പുറത്താക്കുകയും അവരുടെ സ്വത്തുക്കൾ മുഴുവൻ കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു. ആ ശിക്ഷയുടെ കാഠിന്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ ഈ കച്ചം യഥാർത്ഥത്തിൽ ആരുണ്ടാക്കി എന്നതിൽ ചരിത്രകാരന്മാർക്കിടയിൽ വലിയൊരു അക്കാഡമിക് ഡിബേറ്റ് തന്നെയുണ്ട്. ക്ഷേത്രഭൂമിയിലെ കുടിയാന്മാരെ
ബ്രാഹ്മണ ഭൂവുടമകളുടെ ചൂഷണത്തിൽ നിന്ന് രക്ഷിക്കാൻ സാക്ഷാൽ രാജാവ് നേരിട്ടുണ്ടാക്കിയ നിയമമാണിതെന്ന് ഇളംകുളം വാദിക്കുന്നു. എന്നാൽ MGS നാരായണൻ ഇത് പൂർണ്ണമായും ഖണ്ഡിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇത് രാജാവിറക്കിയ നിയമമേ അല്ല, ബ്രാഹ്മണ ഭൂവുടമകൾ തങ്ങളുടെ അധികാരം നിലനിർത്താൻ വേണ്ടി സ്വയം ഉണ്ടാക്കിയതാണ്. രാജാവിന് ഇതേപ്പറ്റി യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല എന്നാണ് MGSന്റെ വാദം. മുഴുവൻ മാർക്കും കിട്ടാൻ ഈ 2 വ്യത്യസ്ത അഭിപ്രായങ്ങളും നിങ്ങളുടെ പേപ്പറിൽ ഉണ്ടായിരിക്കണം. മൂഴിക്കുളം കച്ചം കൂടാതെ വേറെയും ചില കച്ചങ്ങളുണ്ടായിരുന്നു. കടങ്കാട്ടു കച്ചം, തവരനൂർ കച്ചം, ശങ്കരമംഗലം കച്ചം, കൈതവരം കച്ചം എന്നിവയാണവ. ഇവയും പ്രധാനമായും ക്ഷേത്ര ചെലവുകളെയും കുടിയാൻ ബന്ധങ്ങളെയും കുറിച്ചുള്ള നിയമങ്ങൾ തന്നെയായിരുന്നു. നിങ്ങളുടെ ഉപന്യാസങ്ങളിൽ ഉപോദ്ബലകമായ തെളിവുകളായി ഈ പേരുകൾ കൂടി ഉൾപ്പെടുത്താൻ മറക്കരുത്. അത് നിങ്ങളുടെ ഉത്തരത്തിന്റെ മാറ്റുകൂട്ടും. ഇനി 3-ാമത്തെ ഭാഗം, ദേശവും തറയും നാടും, സാമ്രാജ്യത്തിന്റെ അധികാരഘടനയുടെ ഭൂമിശാസ്ത്രം. എങ്ങനെയായിരുന്നു സാമ്രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരവും ഭരണപരവുമായ ഘടന എന്ന് നോക്കാം. ഇതൊരു പടിപടിയായുള്ള ഘടനയാണ്. ഏറ്റവും ചെറിയ അടിസ്ഥാന ഭരണഘടകമായിരുന്നു ദേശം. ഇത്തരം പല ദേശങ്ങൾ ചേരുമ്പോൾ അത് തറ ആകുന്നു. ഈ തറകൾ ചേർന്നതാണ് ഏറ്റവും വലിയ ഘടകമായ നാട്. ഇവിടെ നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊന്നും ഭരണസൗകര്യത്തിനായി രാജാവ് വിഭജിച്ചതല്ല, മറിച്ച് ജനങ്ങൾ സ്വാഭാവികമായി ഉണ്ടാക്കിയെടുത്തതാണ്. ഈ വലിയ യൂണിറ്റായ നാടിനെ ഭരിച്ചിരുന്നത് നാടുവാഴി അഥവാ നാട്ടുടേവരാണ്. അക്കാലത്തെ പ്രധാന നാടുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ വേണാട്, കീഴ്മലൈനാട്, കൊളത്തുനാട് എന്നിവയായിരുന്നു അവയിൽ ചിലത്. ഈ നാടുവാഴികൾക്ക് സത്യത്തിൽ വലിയ അധികാരങ്ങളുണ്ടായിരുന്നു. അവരെ സഹായിക്കാനും സംരക്ഷിക്കാനുമായി 300 600 എന്നിങ്ങനെ പേരുകളുള്ള പ്രത്യേക സൈനിക വിഭാഗങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നാടുവാഴികളുടെ പിന്തുടർച്ചാവകാശം എങ്ങനെയാണ് നിശ്ചയിച്ചിരുന്നത്? അതിനാണ് നമ്മൾ കൂറു സമ്പ്രദായമെന്ന് പറയുന്നത്. മുത്തുകൂറ്, ഇളങ്കൂറ് എന്നിങ്ങനെ അവരെ ഉപവിഭാഗങ്ങളായി തിരിച്ചിരുന്നു. പരീക്ഷയ്ക്ക് 2 മാർക്കിന് വരാൻ വളരെ സാധ്യതയുള്ളൊരു നിർവചനമാണിത്. അതുകൊണ്ട് ഈ കൂറു സമ്പ്രദായം എന്താണെന്ന് കൃത്യമായി പഠിച്ചുവെക്കുക. നമ്മൾ 4-ാമത്തെ സെക്ഷനിലേക്ക് കടക്കുകയാണ്. രാജവാഴ്ച ഘടനയുടെ അപഗ്രഥനം. നിങ്ങളുടെ 10 മാർക്കിന്റെ ഉപന്യാസത്തിനുള്ള തയ്യാറെടുപ്പാണിത്. വിദ്യാർത്ഥികളെ, ഇനിയാണ് നമ്മൾ ക്ലാസിന്റെ ഏറ്റവും നിർണായകമായ ഭാഗത്തേക്ക് വരുന്നത്. നിങ്ങളുടെ പരീക്ഷയിലെ 10 മാർക്കിന്റെ എസ്സേ ചോദ്യത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു അക്കാദമിക് ഡിബേറ്റാണിത്. പെരുമാക്കന്മാരുടെ ഭരണം ഒരു രാജവാഴ്ചയായിരുന്നു. വാഴപ്പള്ളി ശാസനത്തിൽ രാജാവിനെ വിശേഷിപ്പിക്കുന്നത് നോക്കൂ, രാജാധിരാജ എന്നാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ രാജാവിന് അപാരമായ അധികാരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഗംഭീര വിശേഷണമാണിത്. ഈ രാജവാഴ്ചയുടെ അധികാരഘടന പ്രധാനമായും നിലനിന്നിരുന്നത് 4 തളി എന്ന ഉപദേശക സമിതിയെ ചുറ്റിപ്പറ്റിയാണ്. മൂഴിക്കുളം, ഐരാണിക്കുളം, പറവൂർ, ഇരിങ്ങാലക്കുട എന്നിവയായിരുന്നു ആ 4 ഉപദേശക ബ്രാഹ്മണ ഗ്രാമങ്ങൾ. അതോടൊപ്പം കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പറയുന്ന 7 ഘടകങ്ങൾ അഥവാ സപ്താംഗങ്ങൾ അവിടെ നിലനിന്നിരുന്നു. സ്വാമി, അമാത്യൻ, അധികാരി, ജനപദം, ദുർഗം, കോശം, ദണ്ഡ്, മിത്രം. ഈ 8 പേരും പരീക്ഷയ്ക്ക് പോകുന്നതിനു മുൻപ് കാണാപാഠം പഠിച്ചേ തീരൂ. ഇതാണ് നിങ്ങളുടെ 10 മാർക്ക് ചോദ്യത്തിന്റെ കാതൽ. ഭരണഘടനയെക്കുറിച്ചുള്ള ഈ 2 വാദങ്ങളും സ്ക്രീനിൽ കാണുന്നതുപോലെ തന്നെ നിങ്ങളുടെ ഉപന്യാസത്തിൽ പകർത്തിവെക്കണം. ഇളംകുളത്തിന്റെ അഭിപ്രായത്തിൽ ഇതൊരു തികഞ്ഞ കേന്ദ്രീകൃത ഭരണമായിരുന്നു. അതായത് ഭരണത്തിലും നീതിന്യായത്തിലും രാജാവിനായിരുന്നു സർവാധികാരം എന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ MGS നാരായണന്റെ നിലപാട് ഇതൊരു വികേന്ദ്രീകൃത ഭരണമായിരുന്നു എന്നാണ്. നാടുവാഴികൾക്ക് വലിയ സ്വയം ഭരണാധികാരമുണ്ടായിരുന്നുവെന്നും രാജാവിന് വെറും നാമമാത്രമായ അധികാരമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും അദ്ദേഹം വാദിക്കുന്നു. പരീക്ഷ എഴുതുമ്പോൾ ഈ 2 നിലപാടുകളും വളരെ നിഷ്പക്ഷമായി നിങ്ങൾ താരതമ്യം ചെയ്യണം. ഇനി 5-ാമത്തെ വിഷയം, രാഷ്ട്രീയ ഘടകങ്ങളായി ക്ഷേത്രങ്ങൾ. കേവലം ആരാധനാലയങ്ങൾക്കപ്പുറം അവയ്ക്കുള്ള പ്രാധാന്യം. എങ്ങനെയാണ് അന്നത്തെ ക്ഷേത്രങ്ങൾ കേവലം ആരാധനാലയങ്ങൾ എന്നതിലുപരി ഒരു അർദ്ധരാഷ്ട്രീയ സാമ്പത്തിക ശക്തിയായി വളർന്നതെന്ന് നോക്കാം. ക്ഷേത്രങ്ങൾക്ക് കൃത്യമായ ഒരു ഭരണ സംവിധാനമുണ്ടായിരുന്നു. തീരുമാനങ്ങൾ എടുത്തിരുന്നത് സഭ എന്ന കമ്മിറ്റിയാണ്. സഭയിലെ ബ്രാഹ്മണരായ അംഗങ്ങളെ സഭയാർ എന്ന് വിളിച്ചു. ഇവരെ നിയന്ത്രിക്കാൻ അയൽക്കൂട്ടങ്ങൾ എന്ന പ്രാദേശിക കൂട്ടായ്മകളുമുണ്ടായിരുന്നു. എന്നാൽ ഈ ക്ഷേത്രഭരണത്തിന്റെ മുഴുവൻ നിയന്ത്രണവും രാജാവ് നേരിട്ട് നിയമിക്കുന്ന കോയിലധികാരികൾക്കായിരുന്നു. സർക്കാരിന് ചെയ്യാനുള്ള പല കാര്യങ്ങളും അന്ന് ക്ഷേത്രങ്ങൾ ചെയ്തിരുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നെല്ലും സ്വർണവും നികുതിയായി പിരിക്കാനും കുറ്റവാളികളെ ശിക്ഷിക്കാനും
അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുമുള്ള അധികാരം രാജാവ് ക്ഷേത്രങ്ങൾക്ക് നൽകിയിരുന്നു. എന്നാൽ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയൊക്കെ അധികാരങ്ങൾ ഉണ്ടെങ്കിലും ഇതൊരിക്കലും പൂർണ്ണമായ ഒരു മതാധിഷ്ഠിത ഭരണകൂടം, അതായത് ഒരു തിയോക്രസി ആയിരുന്നില്ല. സർക്കാരിന്റെ അധികാരങ്ങൾ ക്ഷേത്രങ്ങൾ കൈയാളിയിരുന്നു എന്ന ഈ സൂക്ഷ്മമായ വ്യത്യാസം പരീക്ഷയിൽ നിങ്ങൾ കൃത്യമായി എഴുതി ഫലിപ്പിക്കണം. ഒടുവിൽ 6ാമത്തെ ഭാഗം, അന്തിമ പരീക്ഷാതന്ത്രം അഥവാ പ്രൊഫസറുടെ ചീറ്റ് ഷീറ്റ്. വിദ്യാർത്ഥികളെ, നമ്മൾ അവസാന ഭാഗത്തെത്തിയിരിക്കുന്നു. വേണമെങ്കിൽ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോളൂ. വരാൻ പോകുന്ന പരീക്ഷയ്ക്കുള്ള ഉറപ്പായ ചോദ്യങ്ങളാണിത്. 1 മാർക്കിന് മഹാദേവപുരവും അതിന്റെ പേരുകളും ചോദിക്കും. 2 മാർക്കിന് 4 തളിയും കൂറു സമ്പ്രദായവും പ്രതീക്ഷിക്കാം. 4 മാർക്കിന് മൂഴിക്കുളം കച്ചവും ക്ഷേത്രങ്ങളുടെ രാഷ്ട്രീയ അധികാരവും ചോദിക്കാൻ സാധ്യതയുണ്ട്. അവസാനമായി നിങ്ങളുടെ 10 മാർക്കിന്റെ വലിയ ഉപന്യാസത്തിന് ഇളംകുളത്തിന്റെയും MGSന്റെയും രാജവാഴ്ചയെക്കുറിച്ചുള്ള വാദങ്ങൾ ഉറപ്പായും പ്രതീക്ഷിക്കാം. ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയ നിങ്ങൾക്ക് യൂണിറ്റ് 3ൽ മുഴുവൻ മാർക്കും നേടാൻ സാധിക്കുമെന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. അപ്പോൾ എല്ലാവർക്കും വലിയ വിജയാശംസകൾ. നന്നായി നിങ്ങളുടെ പഠിക്കട്ടോ. മറ്റു കൂട്ടുകാർക്ക് കൂടി ഈ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്ക്. അവസാനം നമ്മളൊരു പരീക്ഷ പേപ്പർ പ്രവചിക്കും. അത് പഠിച്ചു പോയാൽ വിജയം ഉറപ്പാണ്. കഴിഞ്ഞ പരീക്ഷകളിലെല്ലാം പലരും വിചാരിച്ചത് ഞാനാണ് പരീക്ഷ പേപ്പർ തയ്യാറാക്കിയാണ് എന്നായിരുന്നു. അപ്പൊ അത് കിട്ടണമെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതുവഴി ജോയിൻ ചെയ്തോളൂ.